ഈ തിരുമുറ്റത്ത് വീട്ടിൽ എന്റെ മകളും മരുമകനും ഇനി വേണ്ട. തിരുമുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ ആതിരയോട് ആവശ്യപ്പെടുന്ന നാരായണൻ തമ്പി. ആതിരയ്ക്കൊരു കയ്യബദ്ധം പറ്റിയതല്ലേ? അറിയാതെ പറ്റിയ തെറ്റിന് ആതിരയ്ക്ക് മാപ്പ് കൊടുക്കണമെന്ന് കനി. ആതിരയിലുണ്ടായ മാറ്റം അമ്പളിക്കുട്ടനെ അത്ഭുതപ്പെടുത്തുന്നു. നീ ചെല്ല്. നിന്റെ ഔദാര്യം കൊണ്ട് തിരുമുറ്റത്ത് ഞാൻ കഴിയുന്നുണ്ടെങ്കിൽ കനിയെ പുറത്താക്കുന്നതുവരെ തന്റെ വേഷപ്പകർച്ച തുടരുമെന്ന് ആതിര. തുടർന്ന് കാണുക. പക്ഷേ ഇനി നിങ്ങളുടെ ശവങ്ങളായിട്ട് ഇവിടുന്ന് പുറത്തു പോകൂ. കൊല്ലും ഞാൻ. നമസ്കാരം. നമസ്കാരം. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഫാദർ ഇരിക്കേ. ഹോസ്പിറ്റലിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇത്തിരി തിരക്കുകളുണ്ടായിരുന്നു. പള്ളി പെരുന്നാൾ ഇങ്ങ് അടുത്തിരിക്കുകയല്ലേ. ഇടവകയിലുള്ള ചില പ്രമാണിമാരുമായിട്ട് കൂടിയാലോചന നടത്താതിരിക്കാൻ പറ്റുമോ? അത് വേണം. അവരുടെ അകമഴിഞ്ഞ സംഭാവനകളില്ലാതെ പെരുന്നാൾ ഉത്സവം കേവമാകില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഹരിനാരായണൻ പറഞ്ഞറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? സ്റ്റിച്ചുണ്ട്. പ്രായം കുറെ ആയില്ലേ ഫാദറെ? ഒരു ചെറിയ മുറിവ് പോലും വലിയ ക്ഷീണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേഗം സുഖപ്പെടാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഫാദറിന്റെ ഈ വരവ് തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ? ഫാദർ എപ്പോ എത്തി? ഞാനിപ്പോ വന്നതേയുള്ളൂ. ഇവിടുത്തെ ഇത്തരം സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ വരാതിരിക്കാനാവൂ? ഫാദർ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. വരുന്ന വഴി മറ്റൊരു വീട്ടിൽ കയറിയിരുന്നു. അവിടെയാണെങ്കിൽ വലിയൊരു സൽക്കാരം. അല്ല, മണിക്കുട്ടി എവിടെ? ഇങ്ങോട്ട് വിളിക്ക്. അവള് അപ്പൂപ്പന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രം അത്രയ്ക്കങ്ങ് വളർന്നോന്ന് അറിയണമല്ലോ. മണിക്കുട്ടിക്ക് അങ്ങനൊരു തെറ്റ് പറ്റിയിട്ടില്ല ഫാദർ. ഇവിടെ മറ്റൊരാൾക്കൊരു കയ്യബദ്ധം പറ്റിയതാ. തെറ്റാൽ കൊണ്ട് കളിക്കാൻ അറിയാത്തവർ അതെടുക്കാൻ പോകരുത്. അബദ്ധം പറ്റിയാൽ ആ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മടിക്കുന്ന മനസ്സാ മണിക്കുട്ടിയുടേത്. എൻ്റെ കൺവെട്ടത്ത് വളർന്നതുകൊണ്ട് എനിക്കത് നന്നായി അറിയാം. അത് മണിക്കുട്ടിയാണെന്ന് ഇവിടെ പലരും സംശയിച്ചു. അതിന് ആ കുഞ്ഞു മനസ്സിന് ഇത്തിരി വേദനിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായവർക്ക് വേണ്ടി ഫാദറിനോട് ഞാൻ ക്ഷമ ചോദിക്കുക. ഹേയ്, മണിക്കുട്ടി എന്ന് എൻ്റെയോ കനിയുടെയോ മാത്രം സ്വത്തല്ല. ഇന്നവൾക്ക് അവകാശികളായി ഈ തിരുമുറ്റത്തെ എല്ലാവരുമുണ്ട്. പിന്നെന്തിനാ ഇങ്ങനെ ഒരു ക്ഷമ ചോദിക്കൽ? ഹരിനാരായണന്റെ ജീവിതത്തിലേക്ക് കനിയെയും മണിക്കുട്ടിയെയും ചേർത്ത് വെക്കാൻ നിമിത്തമായത് ഞാനാണല്ലോ. എൻ്റെ ഹരിനാരായണനോട് ഫാദർ കാട്ടിയത് വലിയൊരു പുണ്യകർമ്മമാണ്. ആനി പോയതിൽ പിന്നെ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഹരി ഒന്ന് ചിരിച്ചുപോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫാദർ തന്ന സന്തോഷമാണ് ഈ വീടിൻ്റെ വെളിച്ചം. ഫാദർ പറഞ്ഞതുപോലെ കനിയും മണിക്കുട്ടിയും ഇന്നീ വീട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാ. ഇവരുടെ ഈ സന്തോഷം മാത്രം മതി ഫാദർ എൻ്റെ ഈ മുറിവ് വേഗം ഉണങ്ങി കിട്ടാൻ. ദൈവം കൃപയുള്ളവനാ, നല്ലതേ വരൂ. കനി, എവിടെ മണിക്കുട്ടി ഏഞ്ചലും? അവരെ കണ്ടിട്ട് എനിക്ക് വേഗം മടങ്ങേണ്ടതാ. അകത്തുണ്ട് ഫാദർ, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി. മണിക്കുട്ടി, സുഖല്ലേ? അല്ല, മാലാഖക്കുട്ടി എന്താ അങ്ങനെ നിന്ന് കളഞ്ഞത്? വാ. ഇതെന്താ, ഓഫീസിലൊന്നും പോണ്ടേ? താൻ എനിക്ക് തന്ന വിവരങ്ങൾ കേട്ട് ആദ്യം കയറി വന്നതാ ഞാൻ. ഹരിയുടെ അച്ഛനെ കണ്ടു, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. മനസ്സിൽ കെട്ടിക്കിടന്ന ഒരു കരടും മാറിക്കിട്ടി. എൻ്റെ മണിക്കുട്ടി ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞില്ലേ? ഇപ്പൊ ഇതാ
ഉള്ളിൽ ആനന്ദം തരുന്ന ഒരു കാഴ്ചയും കണ്ടു. മക്കളുടെ സന്തോഷമാണ് ഒരു വീടിനെ സ്വർഗമാക്കുന്നത്. ഈ മാലാഖക്കുട്ടിയെ ഓർത്തുള്ള ഒരു വിഷമവും ഇപ്പോ ഹരിയുടെ മുഖത്ത് കാണാനില്ല. ഓ, വളരെ സന്തോഷമായി. എന്റെ മണിക്കുട്ടിയായിരിക്കുമല്ലോ അതിന് ഹേതു, അല്ലേ മണിക്കുട്ടി? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരം കാണാൻ കർത്താവിനോട് മധ്യസ്ഥനായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായി ഞാൻ. ആ എന്നിൽ പോലും കർത്താവിനെ പോലെ സന്തോഷം നിറയ്ക്കുന്നവളാ എൻ്റെ ഈ മണിക്കുട്ടി. ശരിയാണ് ഫാദർ. ഫാദർ കണ്ടില്ലേ, ഇന്ന് ഈ വീട്ടിൽ കളിയും ചിരിയും ഒക്കെ ഉണ്ട്. ഞാൻ എടുത്ത തീരുമാനത്തിൽ ലവലേശം പാളിച്ച ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പാ. മണിക്കുട്ടി, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ ആ തെറ്റായി കയ്യിൽ വെക്കുന്നത് നല്ലതിനല്ലെന്ന്. ഫാദറെ, ഞാനാ തെറ്റാലി കൊണ്ട് ആരും അടിച്ചിട്ടില്ല. അബദ്ധം പറ്റിയതേ ആതിരാന്റിക്കാ. മണിക്കുട്ടി പറഞ്ഞത് നേരാ ഫാദർ. ഞങ്ങളത് മാഷിനെ കൊണ്ട് തെളിയിച്ചു. ഞാനന്ന് പറഞ്ഞ് എന്നെ ആതിരാന്റി ഒത്തിരി വഴക്ക് പറഞ്ഞു. അതിന് കനിമ എന്നെ വഴക്ക് പറയും ഒത്തിരി അടിക്കുകയും ചെയ്തു. എനിക്ക് ഒത്തിരി സങ്കടമായി. മണിക്കുട്ടി ഒരു തെറ്റും ചെയ്തില്ല എന്ന് തെളിഞ്ഞില്ലേ? ഇനി അതോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്റെ സങ്കടമൊക്കെ മാറി ഫാദർ. എനിക്കിപ്പോഴേ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നല്ല കുട്ടി. ഫാദർ, അപ്പപ്പന് മുറിവ് ഉണങ്ങാൻ വേണ്ടി ഫാദർ ഒത്തിരി പ്രാർത്ഥിക്കണം. അപ്പപ്പൻ പാവാ. അപ്പപ്പന്റെ മുറിവ് പെട്ടെന്ന് ഉണങ്ങണം, അല്ലെങ്കിൽ അപ്പപ്പന് ഒത്തിരി വേദനിക്കും. മണിക്കുട്ടിക്ക് അത് സങ്കടാവും. പ്രാർത്ഥിക്കാം. ഫാദർ പ്രാർത്ഥിക്കല്ലോ. നന്നായി പ്രാർത്ഥിക്കാം. ഏഞ്ചലെ വാ, നമുക്ക് അപ്പപ്പനോട് പറയാം അപ്പപ്പന് വേണ്ടി ഫാദർ പ്രാർത്ഥിക്കുന്നു. വാ വാ. കണ്ടില്ലേ, ഒരു കളങ്കവുമില്ലാത്ത മനസ്സ്. ഏഞ്ചല് കണ്ടെത്തിയത് ഒരു കൂട്ടുകാരിയല്ല, ഒരു കൂടപ്പിറപ്പിനെ തന്നെയാ. ഏഞ്ചലിനെ കൂടാതെ ഒരു പേരക്കുട്ടിയും കൂടെ കിട്ടിയ സന്തോഷം ഹരിയുടെ അച്ഛനിലും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന പരമാനന്ദം ഇപ്പോ ഈ തിരുമുറ്റത്ത് നിന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കരടുകൾ ഉണ്ടായിരുന്നു ഫാദർ. അതെത്രത്തോളം നീങ്ങിയെന്ന് പറയാനാവില്ല എനിക്ക്. പക്ഷേ എന്റെ സഹോദരങ്ങളുടെ കണ്ണിൽ കനിയും മണിക്കുട്ടിയൊക്കെ അന്തേവാസികളാണല്ലോ. എന്റെ എല്ലാ സ്വത്തും സമ്പാദ്യവും അവർക്കെഴുതി കൊടുത്തിട്ട് ഏഞ്ചലിനെ കൊണ്ട് കനിക്കും മണിക്കുട്ടിക്കും വേണ്ടി ഞാൻ ആ ശരണാലയത്തിലേക്കൊന്ന് വന്ന് കയറിയിരുന്നെങ്കിൽ അവർക്കൊക്കെ അളവറ്റ സന്തോഷം ഉണ്ടാവുമായിരുന്നു. അവരുടെ വലിയേട്ടൻ ഒരു പുണ്യപ്രവൃത്തി ചെയ്തുവെന്ന് അവർ പാടി നടക്കുമായിരുന്നു. അതല്ലല്ലോ ഫാദർ ഞാനിവിടെ ചെയ്തത്. ഹരി, പുണ്യം എന്ന് പറയുന്നത് തന്നെ സ്നേഹപ്രവൃത്തിയാ. ദൈവങ്ങളെ എന്ന പോലെ തന്നെ സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന ഒരാളാ ഹരി. നിങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കുന്നവർ നാളെ അത് തീർച്ചയായും തിരുത്തും. കനിയും മണിക്കുട്ടിയും അതിനൊരു നിമിത്തമായി വരികയും ചെയ്യും. എൻ്റെ മകളായി ഇന്നലെ വരെ എൻ്റെ കൂടെ നിന്ന കനിയല്ല ഇവിടെ നിൽക്കുന്നത്. ഇന്നിവളൊരു വീട്ടമ്മയാ. ഭാരിച്ച ഒത്തിരി ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള പക്വത ഇന്നിവൾക്കുണ്ട്. ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും പരസ്പരം പങ്കുവെക്കുന്നിടത്തേ ശരിയായ ദാമ്പത്യത്തിൻ്റെ പ്രകാശം പരക്കും. ഏഞ്ചലിന് വേണ്ടിയുള്ള ഒരു ത്യാഗം മാത്രമാകരുത് നിങ്ങളുടെ ഈ കൂടിച്ചേരൽ. ഒരു വീട്ടമ്മ എങ്ങനെ ആയിരിക്കണമെന്ന് കനിയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എനിക്കിവിടെ സ്ഥാനവും മാനവും കിട്ടിയില്ലെങ്കിലും ഏഞ്ചലിന് വേണ്ടി ഏത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും എത്ര കഠിനമായ പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള മനക്കരുത്ത് എനിക്ക് തരണമെന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടച്ചോ. നിങ്ങൾക്ക് നല്ലതേ വരും. ഇനി ഞാനിവിടെ നിന്ന് ഹരിനാരായണൻ ഓഫീസിൽ പോകാൻ കഴിയാതെ വരും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. പോട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ മോളെ. എന്റെ ആതിരേ, നീ എന്റെ മാനം കാത്തു. ഇല്ലായിരുന്നെങ്കിൽ പ്രേരണാ കുറ്റത്തിന്റെ പേരില് ഈ ജന്മത്തെനിക്ക് തിരുമുറ്റത്ത് കാല് കുത്താൻ പറ്റാതായന്. എന്നാലും 10
10 പവൻ ഞാനത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? ആ സൂര്യേട്ടൻ തന്നെ ശരണം. സൂര്യേട്ട എന്താ സൂര്യേട്ട, എന്തു പറ്റി? തനുജ, നിന്റെ പേരിലെ ടൗണിലുള്ള ആ പ്രോപ്പർട്ടി ഇല്ലേ, എടി ആ 10 സെന്റേ, ആ അതൊന്ന് കച്ചവടാക്കാൻ പറ്റുമോ? വിൽക്കാനോ? ആ 10 സെന്റോ? നടക്കില്ല സൂര്യേട്ട. അതിന്റെ ആധാരവും മുന്നാധാരവും ഒക്കെ എന്റെ അച്ഛന്റെ കയ്യിരിക്കുക. അച്ഛൻ അതിന് സമ്മതിക്കില്ല. എടി അച്ഛനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാന്ന്. അച്ഛൻ അതിന് സമ്മതിച്ചാലും ഞാൻ അതിന് സമ്മതിക്കാൻ പോണില്ല. അല്ല ഇപ്പൊ എന്താ അതിനത്ര അത്യാവശ്യം? പുതിയ വല്ല കുരുക്കം ഉണ്ടാക്കി വെച്ചോ? സാരമില്ല, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ജയിലിലോ? എന്തിന്? ജാമ്യം പോലും കിട്ടാതെ 3-3.5 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും. സാരില്ല, ഞാൻ കിടന്നോളാം. സൂര്യേട്ട, നിങ്ങൾക്ക് എന്താ പറ്റിയേ? അങ്ങനെ ജയിലിൽ കിടക്കാൻ വേണ്ടി നിങ്ങൾ എന്തു കുറ്റോ ചെയ്തത്? എടി, നമുക്ക് ലോഡ് തന്നുകൊണ്ടിരുന്ന ആ മംഗലാപുരം ടീമില്ലേ, അവരുടെ കമ്പനിക്ക് ഞാനൊരു 25 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തായിരുന്നല്ലോ. ആ ചെക്ക് മടങ്ങിയതിന്റെ പേരിൽ അവരെ അടഞ്ഞു നിൽക്കുമായിരുന്നു. അതിപ്പോ കേസായി. അവന്മാരിപ്പോ കോടതിയും പോലീസുമായിട്ടൊക്കെ നീങ്ങിയിരിക്കുക. പിടിവീഴും എടി, എപ്പോ വേണമെങ്കിലും എനിക്ക് പിടിവീഴും. തനുജെ, സംഗതി ചീറ്റിംഗ് കേസാ. എത്ര ആലോചിച്ചിട്ട് ഒരു പിടികിട്ടുന്നില്ലല്ലോ ഭഗവാനെ. 25 ലക്ഷവും അതിന്റെ പലിശയും കോടതി ചെലവും നഷ്ടപരിഹാരവും ഇതൊക്കെ ഞാൻ കൊടുക്കണ്ടേ? വെറും വട്ടപ്പൂജ നിൽക്കുന്ന ഞാനിപ്പോ ഇത്രയും വലിയ തോയ്ക്ക് വേണ്ടി എങ്ങോട്ട് മറിയാനാ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ല ഹാർട്ട് അറ്റാക്കും വരുത്തി വെക്കല്ലേ. 25 ലക്ഷമല്ലേ, തിരുമുറ്റത്തേക്ക് ചെല്ല്. നിങ്ങൾ ജയിലിൽ പോകുന്നത് ഹരിയേട്ട സഹിക്കില്ലല്ലോ. ഓ, ഈ പറയുന്ന ഹരിയേട്ടനെ കണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നേ. അയാൾ പറയുന്നതേ എന്നോട് ജയിലിൽ പോയി കിടന്ന് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞു? ആ എടി, അങ്ങേര് പഴയ ആളൊന്നും അല്ല. മുമ്പൊരിക്കലും ഞാനൊരിക്കൽ നാണം കെട്ടതാ. ഇപ്പോഴെന്തേ നാണം കെട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. സൂര്യനാരായണനെ ജയിലും കോടതിയൊക്കെ പുല്ല. പക്ഷെ കൈ നിറയെ കോടികൾ വെച്ചിട്ട് ഒന്ന് കൈയഞ്ഞ് സഹായിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അയാൾ എന്നെ ജയിലിലേക്ക് തള്ളിയിടുന്നത് പോലെ എനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങളെന്നല്ല, ഒരാളെ അങ്ങേരിനി സഹായിക്കാൻ പോകുന്നില്ല. ആതിര നിങ്ങളുടെ ഒരേ ഒരു പെങ്ങളാണല്ലോ. ആ പാവ അവളുടെ കെട്ടിയോനെയും കൊണ്ട് തിരുമുറ്റത്ത് കഴിയുന്നത് തന്നെ മറ്റവളുടെ ഔദാര്യത്തിലാ. കനിയുടെ ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. തിരുമുറ്റത്ത് ചെന്ന് അച്ഛന്റെ കാലില് വീഴ്. വേണമെങ്കിൽ ഞാനും വരാം. എന്റെ സൂര്യേട്ട, 1-2 അല്ല, 25 ലക്ഷമാ വേണ്ടത്. നിങ്ങൾ ജയിലിൽ കിടക്കാന്ന് വെച്ചാ അതിന്റെ നാണക്കേട് ആർക്കാ? തിരുമുറ്റത്ത് വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛന്. എന്റെ സൂര്യേട്ട, നിങ്ങൾ ഈ ചെക്ക് കേസിന്റെ പേരിൽ ജയിലിൽ കയറിയാലുണ്ടല്ലോ, ആ ഒരു ഒറ്റ കാരണം മതി നമ്മുടെ ബിസിനസ് തകരാൻ. അത് മറക്കണ്ട. തനുജ, നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അല്ലെങ്കിലേ ആ പൊട്ടിപ്പെണ്ണ് കാരണം അച്ഛന്റെ മുന്നിൽ ചെന്ന് കയറി ആട്ടും തുപ്പും കേട്ടതേ ഉള്ളൂ. ഈ ഒരു കാരണം പറഞ്ഞ് പെട്ടെന്ന് എങ്ങനെ ചെന്ന് അച്ഛനെ ഫേസ് ചെയ്യാ? എന്റെ സൂര്യേട്ട, തിരുമുറ്റത്ത് നാരായണൻ തമ്പിയുടെ ആൺമക്കളില് ആകെ ഇത്തിരി എരിവും ചൂടും ഉള്ളത് നിങ്ങൾ ഒരാൾക്ക് മാത്രം. ഒന്നും കൂടി തന്നാണ്ടല്ലോ. നീ ഇങ്ങനെ എരിവ് കയറ്റിട്ടാ ഞാൻ ആ പൊട്ടിപ്പെണ്ണിന്റെ കേസിൽ പോയി ഇടപെട്ടത്. എന്നിട്ടിപ്പോ എന്താണ്ടായി? ആ പൊട്ടിപ്പെണ്ണും കനിയും വിശുദ്ധരായി. ഒരു കയ്യബദ്ധത്തിന്റെ പേരിൽ കാല് പിടിക്കേണ്ട അവസ്ഥ എന്റെ പെങ്ങൾക്കുണ്ടായി. വല്യേട്ടൻ എനിക്ക് പണം എത്ര വേണമെങ്കിലും തരും. പക്ഷേ അതിനുവേണ്ടി ഞാൻ കാല് പിടിക്കേണ്ടി വരുന്നത് അച്ഛൻ്റെ ആയിരിക്കില്ല. ആ പള്ളി തന്നെ നിറങ്ങിയ കനിയുടെ കാലുകളായിരിക്കും ഞാൻ പിടിക്കേണ്ടി വരുന്നത്. ചെയ്ത അപരാധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പും ചോദിക്കേണ്ടി വരും. അങ്ങനെ ഒരു വെള്ളയുടെ ഔദാര്യം ഈ തിരുമുറ്റത്തെ സൂര്യനാരായണന് വേണ്ട. സൂര്യേട്ടനപ്പോ ജയിലിൽ പോകാൻ തന്നെ തീരുമാനിച്ചോ? എനിക്കൊരു വീഴ്ചയുണ്ടാവുമ്പോൾ സഹായിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ ഹരിയേട്ടൻ മാത്രമൊന്നും അല്ലല്ലോ. പിന്നെ നിങ്ങൾ ഇത്രയും വലിയ തുക വേറെ ആരോട് പോയി ചോദിക്കാനാ? അങ്ങനെ ഒരാളുണ്ട്. എനിക്ക് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ കഴിയുന്ന ഒരാൾ. ഞാൻ ആ വഴിക്കൊന്ന് നോക്കട്ടെ. ഒത്തിരി മഴ പെയ്യണ്ടേ? മഴ
നല്ല രസമുണ്ടല്ലോ. ഇനി മഴ വേണ്ടേ? നല്ല രസം. ഹായ് മഴ. മണിക്കുട്ടി, ഏഞ്ചൽ, ഏയ്, നിർത്ത്. വെള്ളത്തിലുള്ള കളി വേണ്ടാന്ന് പറഞ്ഞ മാറ്. പോയി വാ കളിക്കാം. കനിയടത്തി, പൈപ്പില് വെള്ളമുണ്ടല്ലോ, പിന്നെന്തിനാ കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവരണേ? പൈപ്പില് വെള്ളമില്ല. ഇല്ലേ? എങ്കി പിന്നെ മോട്ടർ അടിച്ചാ പോരെ? ഇങ്ങനെ കിടന്ന് കോരേണ്ട കാര്യമുണ്ടോ? നോക്കി, പക്ഷെ കറണ്ടും ഇല്ല. കറണ്ടില്ലേ? അതെ, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. അലക്കി അയൺ ചെയ്ത് വെക്കാൻ വേലക്കാരിയും ഉണ്ട്. കനിയടത്ത് ഇങ്ങനെ തിരുമ്പുന്നതും പിഴിയുന്നതൊക്കെ വെല്ലുവിളിയും കാണണ്ട. കുട്ടികളുടെ മാത്രമല്ല, അച്ഛന്റെയും സാറിന്റെയും ഡ്രസ്സൊക്കെ 2-3 ജോഡി വീതം മുഷിഞ്ഞു കിടക്കുമായിരുന്നു. ഡ്രസ്സുകൾ മുഷിഞ്ഞു കിടക്കുന്ന കണ്ട എനിക്കെന്താ പോലെയാ. വെല്ലുവിളിന്റെ ഒരു ഭാഗ്യേ. എന്റെ ഡ്രസ്സ് എത്ര കുന്നുകൂടി കിടന്നാലും ആതിരയ്ക്ക് ഇങ്ങനൊരു തോന്നലേ ഉണ്ടാവില്ല. പുറത്താരോടും പറയണ്ട. ആതിരേന്റെ വസ്ത്രം അലക്കി അയൺ ചെയ്ത് വെക്കുന്നതേ പലപ്പോഴും ഈ ഞാനാ. അല്ലേട്ടത്തി, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, കനിയടത്തി വെല്ലുവിളിന് എന്തിനാ സാറേന്ന് വിളിക്കുന്നത്? മരിച്ചുപോയ ആനിയടത്തി വിളിക്കുന്ന പോലെ വിളിച്ചാ പോരെ, ഹരിയേട്ടാ ഹരിയേട്ടാന്ന്. വെല്ലുവിളിയും കനിയടത്തിയെ പഠിപ്പിച്ച മാഷൊന്നുമല്ലല്ലോ സാറേ സാറേന്ന് വിളിക്കാൻ. അദ്ദേഹത്തിന് സാറേന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ എനിക്ക് മനസ്സ് വന്നിട്ടില്ല. ഭർത്താവിനെ സാറേന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സാറേന്ന് വിളിക്കുമ്പോ അതിലൊരു ഇത്തിരി ബഹുമാനവും ആദരവും കൂടിപ്പോയില്ലേന്നൊരു സംശയം. പള്ളിയിൽ അഗതികളായി കഴിഞ്ഞ എനിക്കും മണിക്കുട്ടിക്കും എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഈ ഒരു ജീവിതം തന്നത് സാറല്ലേ? ആ വലിയ മനുഷ്യനെ എനിക്ക് ജീവിത അവസാനം വരെ ദൈവത്തെ പോലെ കാണാൻ കഴിയൂ. ഫാദറല്ലാതെ ഈ ലോകത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ലായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിൽ പിന്നെ ഏഞ്ചലും അച്ഛനും നിങ്ങളൊക്കെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായി മാറിയില്ലേ? ആരും ഇല്ലാതെ വളർന്ന ഞങ്ങൾക്കിന്നിവിടെ എല്ലാവരും ഉണ്ട്. ഈ ഒരു മഹാഭാഗ്യം എനിക്കും എന്റെ മണിക്കുട്ടിക്കും വെച്ച് നീട്ടിയ അദ്ദേഹത്തെ ഞാൻ സാറേന്നല്ലാതെ എന്താ വിളിക്ക? ദൈവമൊന്നും വിളിക്കാൻ പറ്റുമോ? ഏയ്, അങ്ങനെ വിളിക്കണ്ട, അത് പോറ. അപ്പൊ ഭാര്യയുടെ കണ്ണിൽ ഭർത്താവ് ശരിക്കും ഇങ്ങനെയൊക്കെയാണല്ലേ? എന്നാ പിന്നെ കനിയടത്തിയുടെ പണി നടക്കട്ടെ. കറണ്ട് ഇതുവരെ വന്നില്ലല്ലോ, എന്താ പ്രോബ്ലം അത് ഞാനും നോക്കട്ടെ. നമുക്ക് വെള്ളത്തിൽ ബോട്ടുണ്ടാക്കി ഇട്ടാലോ? മണിക്കൂട്ടി ബോട്ടുണ്ടാക്ക. ഞാൻ പോയി പേപ്പർ എടുത്തിട്ട് വരാം. കറണ്ട് ഇല്ലേ? എന്താ കുഴപ്പം? ഓഹോ, അപ്പ കരണ്ട് പോയതല്ല, മെയിൻ സ്വിച്ച് കയറി ആരോ കലി തീർത്തത്. കനിയടത്തി കിണറ്റിന്ന് വെള്ളം കോരുന്നു, അലക്കുന്നു, പിഴിയുന്നു, വിരിക്കുന്നു. അങ്ങനെ അവരുടെ നടുഒടിയുന്നു. ഇങ്ങനെ സങ്കല്പിക്കുന്ന ഒരാൾ എന്റെ സഹധർമ്മിണി ആതിര മാത്രമേ ഉള്ളൂ. ഇക്കണക്കിന് പോയ കനിയേട്ടത്തിയോടുള്ള ദേഷ്യത്തിന് ഇവള് കരണ്ട് കമ്പി കയറി പിടിക്കാൻ വരെ മടിക്കത്തില്ല. നാത്തുമ്പോരിൻ്റെ ഒരു പോക്കേ. മെയിൻ സ്വിച്ച് ഇടണോ? വേണ്ട, ആതിരയുടെ വഴി ചിന്തിക്കുന്നതാണ് എന്റെ തടിക്ക് നല്ലത്. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ? അല്ല, അച്ഛനും വെല്ലുവിളിയും കൂടി എവിടെ പോയിരുന്നു? അയ്യോ, തലയിലെ കെട്ടവിടെ. എന്റെ മകൾക്കൊരു കയ്യബദ്ധം പറ്റിയില്ലേ? ആ തുന്നിക്കെട്ട് തലയിൽ ഇരുന്നാലേ എനിക്കവളോട് വെറുപ്പുണ്ടാകും. അതെടുത്ത് കളഞ്ഞിട്ട് വരിക. ഓ, അല്ല വെല്ലുവിളിയ, എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നില്ലേ? അച്ഛന്റെ കാര്യത്തിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് തോന്നിയില്ല. ബുദ്ധിമുട്ടോ? എനിക്കോ? അച്ഛാ, ഇത് കേട്ടല്ലോ, വെല്ലുവിളിന് ഇപ്പോഴും എന്നെ അന്യനെ പോലെയാ കാണുന്നത്. ഇത് വളരെ മോശമായി. അപ്പോ മോശപ്പെട്ടതും നല്ലതും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് അമ്പിളിക്കുട്ടനുണ്ടല്ലേ? അച്ഛൻ എന്താ കരുതിയത് ഞാൻ ആ മണിക്കുട്ടിയെ പോലെയാന്നോ? സമയം കിട്ടുമ്പോ ആതിരെ ഒന്ന് ഉപദേശിക്ക്, ഇനിയിങ്ങനെ കയ്യബദ്ധമൊന്നും പറ്റരുതെന്ന്. അത് ഞാൻ ഏറ്റു. വെല്ലുവിളി വിട്ടെ വിട്ടെ വിട്ടെ. ഇനി ഈ വണ്ടി ഞാൻ ഓടിക്കും.
എൻ്റെ മനസ്സിൽ ഇന്നും ഹരിയേട്ടൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ആനയടത്തി മാത്രമാണുള്ളത്. അതുകൊണ്ടാ ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ മറ്റൊരു വഴിക്ക് ചിന്തിക്കാഞ്ഞത്. സ്റ്റഫി, ഒരു 25 lakhs അത് എങ്ങനെയും ഏത് വിധേനയും എനിക്ക് ഒപ്പിച്ച് തന്നേ പറ്റൂ. അത് സൂര്യേട്ട പെട്ടെന്നിങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് സൂര്യേട്ടനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അയ്യോ സ്റ്റഫി, പ്ലീസ് സ്റ്റഫി, എന്നെ കൈയൊഴിയരുത്. തിരുമുറ്റത്തെ സൂര്യനാരായണൻ ഒരാളുടെയും മുന്നിൽ അങ്ങനെ കൈനീട്ടുന്ന ഒരാളല്ല. പക്ഷേ ഇത് നിവൃത്തികേട് കൊണ്ടാ. സൂര്യേട്ടന്റെ പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല. അയ്യോ, ഉണ്ടെങ്കിൽ സ്റ്റെഫി എന്നെ സഹായിക്കും, അതെനിക്കറിയാം. ആ മംഗലാപുരത്തെ തെണ്ടികൾ എനിക്കെതിരെ ഇങ്ങനൊരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല. സംഭവം അറിഞ്ഞപ്പോൾ മുതൽ തനുജയാകെ തകർന്നിരിക്കുക. ഈ ചെക്ക് കേസിന്റെ പേരിൽ എനിക്ക് ജയിലിൽ കയറേണ്ടി വന്ന ഊട്ടിയിൽ പഠിക്കുന്ന കിച്ചുമോനെയും വിളിച്ചു വരുത്തി വല്ല ഐസ്ക്രീമിലോ പിസയിലോ വിഷം ചേർത്ത് അവർ രണ്ടാളും ആത്മഹത്യ ചെയ്യുമെന്നേ. എൻ്റെ സ്റ്റെഫി, സൂര്യനാരായണന്റെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഒന്നുമല്ല. ഹരിയേട്ടനും വീൽചെയറിലിരിക്കുന്ന എൻ്റെ തന്തപ്പടയൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ ജയിലിൽ കിടക്കണമെന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ എൻ്റെ ഈ പ്രശ്നം ഹരിയേട്ടൻ മുഖവിലേക്കെടുക്കാത്തത്. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ സൂര്യേട്ടൻ പറഞ്ഞു വരുന്നത്? സ്റ്റെഫിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. ഹരിയേട്ടൻ കഴിഞ്ഞ തിരുമുറ്റം എക്സ്പോർട്ടേഴ്സിന്റെ ചുമതല വഹിക്കുന്ന രണ്ടാമത്തെ കക്ഷി സ്റ്റെഫിയാണല്ലോ. സ്റ്റെഫി എനിക്ക് വേണ്ടി ഒത്താശ ചെയ്താലൊന്നും ഹരിയേട്ടന് സംശയമൊന്നും വരില്ല. പക്ഷേ സ്റ്റെഫി എനിക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചാൽ, ഒരു തിരിമറി നടത്തിയാൽ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ പറ്റും. സൂര്യേട്ട കരുതുന്ന പോലെ അത്ര വലിയ പരമാധികാരമൊന്നും തിരുമുറ്റം ഗ്രൂപ്പിൽ എനിക്കില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ നീതി. തിരുമുറ്റം ഗ്രൂപ്പിലെ എല്ലാ ക്ലയൻസിനെയും ഡീൽ ചെയ്യുന്നത് സ്റ്റെഫിയല്ലേ? എന്നാൽ എനിക്ക് വേണ്ടി തിരുമുറ്റം ഗ്രൂപ്പിന്റെ അക്കൗണ്ട്സിൽ ബോധപൂർവം ഒരു കൈപ്പിഴ വരുത്തണം.